ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു സ്റ്റാളാണ്. 99 റുപ്പീസ് മുതൽ 20 റുപ്പീസ് മുതൽ 10 റുപ്പീസ് മുതൽ എന്നൊക്കെ നിങ്ങളുടെ നാട്ടിലും ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. അതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ കാണുന്നില്ലേ, ഒരെണ്ണം 40 രൂപ, 20 രൂപ. ഇതിനൊക്കെ എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സ്റ്റാളിൽ കയറിയിട്ട് സാധനം വാങ്ങാറില്ല. പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കഴിയുന്നതും നമ്മൾ വാങ്ങാതിരിക്കുക. കാരണം പഴയ പ്ലാസ്റ്റിക്കൊക്കെ ഇവർ പുതിയതാക്കിയിട്ട് ഒക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള സ്റ്റാളുകളിലൊക്കെ ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ ഭംഗിയും അതിൻ്റെ തിളക്കവും ഒക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പ്രൈസ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പ്രൈസ്. 10 രൂപ, 20 രൂപ, 30 രൂപ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത്രയും ലോ പ്രൈസിന് ഇത്രയും നല്ല സാധനം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഐറ്റംസിന് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളൊന്നും വാങ്ങരുത്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്ലേറ്റ് അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും യൂസ് ചെയ്യരുത്. അതൊക്കെ നമ്മൾക്ക് ക്യാൻസർ, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു ക്യാൻസർ വിലക്ക് വാങ്ങുന്ന ഒരു ഫീലാണ് ഇതുപോലത്തെ മണ്ടത്തരമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവാം. അതുകൊണ്ട് അല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെടിച്ചട്ടി നമുക്ക് യൂസ് ചെയ്യാം, അത് വിലക്കുറവാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇതുപോലത്തെ ബക്കറ്റുകളൊന്നും തന്നെ വാങ്ങരുത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു 50 100 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് തീരെ വാങ്ങാൻ പാടില്ല. കാരണം അവരൊക്കെ അത് വായിലിടുന്ന ചെറിയ കുട്ടികളൊക്കെ ടോയ്സൊക്കെ വായിലിടും. അപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആവുമ്പോൾ അത് അവരുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇതുപോലെയുള്ള നമ്മൾ അരിയും ഇതൊക്കെ കഴുകിയിട്ട് ഊറ്റുന്ന ഒരു കൊട്ടയാണത്. അതും കഴിയുന്നതും വാങ്ങാതിരിക്കുക. അതൊക്കെ സ്റ്റീലിൻ്റെതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വാങ്ങാം. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഒന്നും വാങ്ങാതെ എങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷൂ റാക്ക് വാങ്ങി. ഷൂസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള അത്. പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഷൂ മാത്രം അതിൻ്റെ മുകളിൽ വെക്കുന്നതല്ലേ. പിന്നെ ചെടിച്ചട്ടികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാം. പിന്നെ സ്റ്റീലിൻ്റെ കുറേ ഐറ്റംസ് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റീൽ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രൈസ് നോക്കി നമുക്ക് വാങ്ങാം. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊരു അട്രാക്റ്റീവ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ നല്ല ഫ്ലവേഴ്സൊക്കെ വാങ്ങാം. കാരണം ഫ്ലവേഴ്സൊന്നും നമ്മൾ എവിടെയെങ്കിലും ഷോക്കേസിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസിന് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വാങ്ങാൻ പാടില്ല. ഫ്ലവേഴ്സൊക്കെ വാങ്ങാം. പിന്നെ ഇതുപോലത്തെ കുറേ ടോയ്സുകളുണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കുട്ടികളൊക്കെ. അതൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത്. അപ്പോൾ കുട്ടികളുടെ സാധനങ്ങൾ നമ്മൾ എന്ത് തന്നെ വാങ്ങുകയാണെങ്കിലും 50 100 200 കൂടുതൽ കൊടുത്താലും ക്വാളിറ്റിയുള്ള ടോയ്സ് തന്നെ വാങ്ങിക്കൊടുക്കുക. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കത്തികളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ നല്ല കത്തികളൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് നോക്കിയിട്ട് വാങ്ങാം. സ്റ്റീൽ ഐറ്റംസ്, ടോയ്സിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് ടോയ്സുകളുണ്ട്. അപ്പോൾ വില കുറവായതുകൊണ്ട് തന്നെ ചില പാരൻസൊക്കെ അത് വാങ്ങിക്കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ആ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ചില ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാലും കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം മക്കളാവുമ്പം എല്ലാ കുട്ടികളും ഒന്നും അറിയാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഏത് ടോയ്സ് കണ്ടാലും വായിലിടുന്ന കുട്ടികളാണ്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളൊക്കെ ഉണ്ട്. അതും ക്വാളിറ്റി കുറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതും കഴിയുന്നതും വാങ്ങാതിരിക്കുക. കത്തികളൊക്കെ അടിപൊളി കത്തികളുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ കത്തികളാണ്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം. പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടിച്ചട്ടി, പിന്നെ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന ഷൂ സ്റ്റാൻഡ്, അതൊക്കെ നമുക്ക് വാങ്ങിയാൽ പ്രശ്നം ഉണ്ടാവില്ല.
പിന്നെ സ്റ്റീലിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ ഒരു സെക്ഷനാണിത്. ഇതും വലിയ കുഴപ്പമില്ല. ഇതിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ സെയിം ക്വാളിറ്റി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ട് വലിയൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് ഭരണികളുണ്ട്, അച്ചാറിടാൻ പറ്റിയിട്ടുള്ള ഭരണികൾ. ഇത് നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്നതും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും ആയിട്ടുള്ള അതേ സെയിം ഭരണികളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൈസും അതേ പ്രൈസ് തന്നെയാണ്. ഇതിൽ ഭരണിക്കൊന്നും ഞാൻ കുറവ് പ്രൈസ് കണ്ടിട്ടില്ല. പിന്നെ ഇതൊരു ഫ്ലവർ ഇടുന്നൊരു പോട്ടാണ്, ഫ്ലവർ പോട്ട്. അത് നല്ല കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളതും കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് എല്ലാ നാട്ടിലും എല്ലാ ജില്ലകളിലും ഇതുപോലത്തെ സ്റ്റാളുകൾ ഉണ്ടാവും. 10 രൂപ മുതൽ അല്ലെ 99 രൂപയ്ക്ക് ഇത്ര പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആ സ്റ്റാളിൽ കയറുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ളതും നമ്മൾ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കാത്തതായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഈ കത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വീതിയുള്ള നല്ലൊരു കത്തിയാണ്. നമുക്ക് ഇറച്ചിയൊക്കെ വെട്ടാൻ പറ്റിയിട്ടുള്ള കത്തികൾ വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമുള്ളതും കാണാൻ ഭംഗിയുള്ളതും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ യൂസ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ജസ്റ്റ് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം കവർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ചിരവയുടെ സെക്ഷനാണ്. ഇതും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ചിരവയുടെ ആ ഒരു ക്വാളിറ്റി ഇല്ല. കാരണം അതിൻ്റെ മരം, അതിൻ്റെ ആ ഫ്രണ്ട് പോർഷനൊക്കെ കാണുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ചീനച്ചട്ടി, ഈ സെക്ഷനൊന്നും ഞാൻ പിന്നെ കൂടുതലൊന്നും അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം അതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, അറിയാത്തൊരു കാര്യമായതുകൊണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ എന്തായാലും നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു തിളക്കം കണ്ടിട്ട് ആരും ഇതൊന്നും വാങ്ങിക്കൂട്ടാൻ നോക്കരുത്. നമ്മൾക്ക് ഇതേ സാധനം തന്നെ, നല്ല സാധനം തന്നെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. വലിയ വില വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവരൊരു 50 രൂപ അല്ലെങ്കിൽ 40 രൂപ ഒക്കെയാണ് കുറച്ച് തരുന്നത്. പക്ഷെ അത് നല്ല സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാളിലൊക്കെ പോകുമ്പം സാധനങ്ങൾ വാങ്ങുമ്പം ശ്രദ്ധിച്ച് വാങ്ങുക. നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.